പ്രശ്നങ്ങൾ ഉയരുന്ന സാഹചര്യം. ഒരു പന്തിൽ വെറും 14 റണ്ണ് വേണം ഇംഗ്ലണ്ടിന് ജയിക്കാൻ. അത് ഒരിക്കലും ഇംഗ്ലണ്ടിന് എടുക്കാൻ കഴിയില്ല അൺലസ് ദൂബെ വിചാരിക്കണം. ദൂബെ വൈഡോ നോ ബോളോ ഒക്കെ എറിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു സാധ്യതയുള്ളൂ. പക്ഷേ ഒരു പന്ത് 14 റണ്ണ്. പക്ഷേ ഇംഗ്ലണ്ട് വോട്ട ഗെയിം തുടക്കം തൊട്ട് ബട്ട്ലർ ഒരു ഫോമിലില്ലാത്ത ബട്ട്ലറും ഫിൽസോൾട്ടും വരെ ആഞ്ഞ് ശ്രമിച്ചെങ്കിൽ പോലും ഇംഗ്ലണ്ട് ഗെയിം ഫൈറ്റിംഗ് ടോട്ടൽ. പക്ഷേ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യ എന്ന് തന്നെ പറയാം. ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. ഫൈനൽസിലേക്ക് സൂര്യകുമാർ യാദവിന് നടന്നു നീങ്ങാം. ഫൈനൽ ബോളും ദൂബെ എറിയുന്നു, അതും 6 പോകുന്നു. ഇന്ത്യ ജയിക്കുന്നു 7 റൺസിന്റെ വിജയം. പക്ഷെ അത് ആധികാരിക വിജയം ഒന്നും പറയാൻ പറ്റില്ല. സൂര്യകുമാർ യാദവിന്റെ തൊണ്ടയിൽ വെള്ളം വറ്റി നിൽക്കുന്ന അവസ്ഥ. അവസാന നിമിഷം വരെ സഞ്ജുവിന്റെ റിലീഫ് കാണാം, ഇന്ത്യൻ ടീമിന്റെ റിലീഫ് കാണാം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ത്രിവർണ്ണ പതാകകൾ ഉയർന്നു പൊങ്ങുന്ന കാഴ്ച ഇന്ത്യയിലൊട്ടാകെ തന്നെ ഓരോ സംസ്ഥാനത്തും ആഘോഷമാക്കുന്നു. കാണികൾ എല്ലാവരും ആഘോഷത്തോടെ നിൽക്കുന്നു. 7 റൺസിന് ഇന്ത്യയുടെ വിജയം. ഗംഭീരമായ മത്സരം. ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഇതിലും മികച്ചൊരു മത്സരം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. T20 ലോകകപ്പ് മാത്രമല്ല, T20 ഏത് ഫോർമാറ്റിലും നിങ്ങൾക്ക് വിളിക്കാം. 7 റൺസിന് ഇന്ത്യയുടെ വിജയം. ഇന്ത്യ വിൽ പ്ലേ ന്യൂസിലൻഡ് ഇൻ ദ ഫൈനൽ. 8-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്നു ആ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തിന്. പക്ഷേ ഇപ്പോഴാണ് ഒരു ശ്വാസം നേരെ വിടാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇത്രയും നേരം ടെൻഷൻ അടിച്ച് ഹൃദയമെടുപ്പൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഡെസ്കിൽ എല്ലാവർക്കും അതേ കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ നെഞ്ചെടുപ്പ് മാറിയില്ല ബ്രോ, ഇനി 2 ബോളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആളുകൾ. പക്ഷേ കളി കഴിഞ്ഞു. എന്തായാലും 7 റൺസിന് വിജയം. ഇംഗ്ലണ്ടിന്റെ ഗംഭീരമായ മത്സരം. നമുക്ക് കളിയെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ഗംഭീരമായ മത്സരം. ഒരു പക്ഷേ ഇത്രയും വലിയൊരു ടോട്ടൽ ചേസ് ഡൗൺ ചെയ്യാൻ കഴിയില്ല. ബുംറ, വരുൺ ചക്രവർത്തി, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നൊക്കെ പറയുന്ന അർഷ്ദീപ് സിംഗ് എന്നൊക്കെ പേപ്പറിലൊക്കെ കണ്ടാൽ ലോകം വിറയ്ക്കുന്ന ബൗളേഴ്സിന് മുന്നിൽ 246 നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അതായത് ഇതിനു മുമ്പ് ഇംഗ്ലണ്ട് ചേസിയത് ഏറ്റവും വലിയ ടോട്ടൽ എന്ന് പറയുന്നത് 229. 229 അവർ 2016 വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയെ ചേസ് തോൽപ്പിച്ചത്. സൗത്ത് ആഫ്രിക്കൻ നേരെ 2016 സൗത്ത് ആഫ്രിക്കയിലെ ബൗളർമാർ ആരാണ് നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ ഇതിനും പേടിച്ചു. നമ്മള് ഉച്ചവന്നിൽ പറയുന്ന കാര്യമുണ്ട്. ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാറ്റിംഗ്. ഭയങ്കര ബാറ്റിംഗ് കരുത്താണ്. ഇംഗ്ലണ്ട് ആണെങ്കിൽ 11 പേരും ഗംഭീരമായി ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഏതാണ്ട് ഒരു 7 വരെ നമുക്ക് ഒന്നും പേടിക്കാനില്ല. ഈ 2 ടീം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ജസ്പ്രീതും ബുംറയും ബൗളർ മാത്രം. ടോപ്പ് ക്വാളിറ്റി ബൗളർ എന്ന രീതിയിൽ ഒരു യോർക്കർ, അതും കൃത്യമായ ലൈൻ ആൻഡ് ലെങ്ത്. ദാറ്റ് ഈസ് വൈ ഈസ് ജസ്പ്രീത് ബുംറ, ദാറ്റ് ഈസ് വൈ ഈസ് ദ നമ്പർ 1 ബൗളർ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സാമാന്യം ആ ഓവറാണ് ക്രൂഷ്യലായി മാറിയത്. ഒരു സംശയമില്ല. ഏറ്റവും ക്രൂഷ്യലായിരുന്ന 18ാമത്തെ ഓവർ ബുംറ എറിഞ്ഞ ദിനം കണ്ടല്ലോ. അതായത് 6 റൺ, വെറും 6 റണ്ണാണ് ബുംറ കൊടുത്തത്. അതിനു മുമ്പ് ഫസ്റ്റ് ബോൾ ഒന്നാലോചിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് ഫസ്റ്റ് ബോളിൽ ഫിൽസോൾട്ടിന്റെ വിക്കറ്റിന്റെ ബോൾ ഉണ്ട്. കഴിഞ്ഞ സുന്ദീപിന്റെ കളിയിൽ വിക്കറ്റ് അതേപോലെ സ്ലോ ബോളില്. പക്ഷെ ആ ക്യാച്ച് അതൊരു അസാമാന്യമായി ക്യാച്ച്. അക്ഷർ പട്ടേലിന്റെ ക്യാച്ചും ശിവൻ ദുബെയുടെ 2 ക്യാച്ച്, അതും വേൾഡ് ക്ലാസ് ക്യാച്ചുകളായിരുന്നു. അത് ആ സിറ്റുവേഷനിൽ ആ 2 ക്യാച്ചുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ഓരോ മൊമെന്റും ക്രൂഷ്യലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വന്ന് കളിച്ച എല്ലാവരും ഈ അധികം ബോൾ വേസ്റ്റ് ആക്കാതെ എല്ലാവരും വളരെ മനോഹരമായി കളിച്ചിട്ട് പോയി. ഇപ്പൊ ശിവന്തുബയുടെ ഇന്നിങ്സ്, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സ്, തിലക് വർമ്മയുടെ ഇന്നിങ്സ്, എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇംഗ്ലണ്ട് ബാറ്റിങ്ങിൽ ജേക്കബ് ബെത്തൽ എന്തൊരു കളി. 8-4, 7-6. ഏകദേശം സഞ്ജുവിന്റെ അതേ ഇന്നിങ്സ് എന്ന് വേണേൽ വിളിക്കാം. സഞ്ജു 8-4, 7-6 ആണ്. അതായത് ബെത്തൽ 3 ഫോർമാറ്റിലും ബെത്തൽ അസാമാന്യമായി കളിക്കുന്ന മനുഷ്യനാണ്. നമുക്കത് അതിനകത്തുള്ള വളരെ യങ് പ്ലെയർ, അതായത് വളരെ ചെറുപ്പക്കാരനായ ഇംഗ്ലണ്ടിന്റെ ഭാവി പ്രതീക്ഷ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെറുപ്പക്കാരൻ. ഇന്ന് തന്നെ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരുടെ ബൗളർമാരുടെ ലൈനിൽ എന്ത് മത്സരം ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളാണ്. അതായത് വരുൺ ചക്രവർത്തിയെ തറ എനിക്ക് സംബന്ധിച്ചിട്ടുണ്ടായി. വരുൺ ചക്രവർത്തി വന്ന് ഇറങ്ങി വന്ന് അടിയും കുറയ്ക്കാൻ വയ്ക്കുക. അപ്പോ ഈ ഒന്നാമത് വരുൺ ചക്രവർത്തി കമ്പ്യൂട്ടർമാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതായത് വരുൺ ചക്രവർത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ വേൾഡ് കപ്പിൽ വരുണിന്റെ ലെങ്ത് ആണ്. വരുണിന് ഒരു പ്രോപ്പർ ലെങ്ത് കണ്ടെത്താൻ കഴിയുന്നില്ല. അടി കൊള്ളുന്നുണ്ട്, വിക്കറ്റ് വീഴുന്നുണ്ട് മാത്രമാണ് ഇപ്പോഴും എറിയുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് മേടിച്ച് അടിയുന്ന സഹിക്കാൻ പറ്റുമോ? ഏതാണ്ട് 60 റൺ രക്ഷയില്ല. പക്ഷെ നമുക്ക് സഞ്ജുവിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ ചേട്ടാ.
സഞ്ജുവിന്റെ ഇന്നിങ്സ് അത് തന്നെയാണ്. മാൻ ഓഫ് ദ മാച്ച് സഞ്ജു തന്നെ ആയിരിക്കും, വേറെ തർക്കമൊന്നുമില്ല. ജേക്കബ് പത്തൽ എന്തായാലും തർക്കമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് നമ്മുടെ കളിയിലാണ് നമ്മുടെ കളി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് മുമ്പാണ് ഇന്ത്യയുടെ യഥാർത്ഥ 11 എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. നടത്തി. അത് മാത്രമല്ല അതിനകത്ത് ക്രൂഷ്യലായ കുറെ സാധനമുണ്ട്. ഇപ്പൊ തിലക് വർമ്മ താഴേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനം. ഒരു ഫിനിഷർ റോളിൽ തിലക് വർമ്മ എന്നുണ്ടെങ്കിൽ തിരുവർമ്മ കമ്പോട്ടാവുന്നു. ഇഷൻ കിഷൻ കഴിഞ്ഞു, സൂര്യകുമാർ യാദവ്. ടീം അങ്ങ് സെറ്റ് ആവുകയാണ്. ടീം സെറ്റ് ആകുമ്പോൾ അങ്ങനെ സെറ്റായ ടീമിന്റെ സഞ്ജു കൊടുത്ത ഏതോ എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് തന്നെ. ഇപ്പം വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള കളിയിൽ കൊടുത്ത സ്റ്റാർട്ട്, അതുപോലെ ഇന്നത്തെ കളിയിൽ കൊടുത്ത സ്റ്റാർട്ട് തന്നെയാണ്. അതായത് ആർച്ചർക്കിട്ട് കൊടുത്തു തുടങ്ങിയതാണ്. ഫസ്റ്റ് ഓവറിൽ ജോഫ്ര ആർച്ചർക്കിട്ട് ആടി തുടങ്ങിയതാണ്. ജോഫ്ര ആർച്ചർ സഞ്ജുവിന്റെ സ്റ്റംപ് പിടിയുമെന്നോ ക്യാച്ച് എടുക്കുമെന്നോ എന്തൊക്കെയോ കേട്ടിരുന്നു. അതുണ്ടാക്കിയൊരു മൊമെന്റ് ഉണ്ട്, അതുണ്ടാക്കിയൊരു തുടക്കം ഭീകരം. ഞാൻ നോക്കിയെങ്കിൽ എനിക്ക് ഭയങ്കര ആശങ്കയാണ്. കാരണം സഞ്ജു ഇതിനു മുമ്പ് ഒരു തവണ പോലും ആർച്ചർ സഞ്ജു നേരെ കളിച്ച് ഞാനുണ്ട്. സഞ്ജുവിനൊക്കെ ഇഷ്ടം പോലെ അട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നേരെ തിരിക്കാൻ സംഭവിച്ചത് ഇന്ന് എല്ലാം സുന്ദരമായി കണക്ട് ചെയ്തു. സഞ്ജു തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് എന്നതൊന്നും സഞ്ജുവിന് ഉറപ്പായിട്ടും വേറെ ആർക്ക് കൊടുക്കാൻ സഞ്ജുവിനല്ലാതെ വേറെ ഒരു മനുഷ്യന് കൊടുക്കാനില്ല മാൻ ഓഫ് ദ മാച്ച്. എക്സാക്ട്ലി, 2 അടുപ്പിച്ച് മാൻ ഓഫ് ദ മാച്ച് ഒരു മലയാളി താരം ഏറ്റുവാങ്ങുമ്പോൾ അതിൽ പല സന്തോഷം എന്താ ഉള്ളത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ സെമി കയറിയ മതിയാവും എന്നുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു അടിച്ച 50 പന്തുകളിൽ നിന്നും 97 റൺസ്. അത് ഇന്ത്യക്ക് ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രമാത്രം നമുക്ക് അറിയാം, നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോൾ വീണ്ടും 7 റൺസിന്റെ മാർജിനാണ്. ആലോചിച്ച് നോക്കി, 7 റൺസിന് മാത്രമാണ് നമ്മൾ ജയിച്ചത്. ആ 7 റൺസിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞത് സഞ്ജു സാംസന്റെ ഇന്നിങ്സ് തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. 89 റൺസ്, 89 റൺ. വേൾഡ് കപ്പില് നമ്മുടെ യുവരാജ് സിംഗ് സെമിയിലും ഫൈനലിലും ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതായത് സെമിയിൽ ഫൈനലിൽ യുവരാജായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ഞാൻ ആ ടൂർണമെന്റ് മാൻ ഓഫ് ദി സീരീസ് അദ്ദേഹമായിരുന്നു. ഏതാണ്ട്